ഹലോ, ഇന്ന് നമുക്ക് പോർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് സീനിയറും ഒന്ന് ജൂനിയറും. ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ടായി. എല്ലാ കൂട്ടുകാരുടെയും മുന്നിലേക്ക് തന്റെ സീനിയർ അവനെ വലിച്ചിട്ട് കൊടുത്തു. എന്തിനായിരുന്നു അത്? അതിനെ ചൊല്ലി അവർക്കിടയിൽ വലിയ ശത്രുതയുണ്ടാകുന്നു. അതൊക്കെ എന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ MBBS സ്റ്റുഡന്റും നായകനുമായ പ്രഭുവിനെ കാണിക്കും. പ്രഭു ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യാത്തതിനാൽ സൂപ്പർ സീനിയർ ആയി തന്നെ ഇപ്പോഴും വിലസുകയാണ്. പഠിത്തം കഴിയാത്തതിനാൽ കോളേജിനടുത്ത് തന്നെ ഒരു കഫേയും തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴൊക്കെ തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോഴും തടസ്സമുണ്ടായി അത് കംപ്ലീറ്റ് ചെയ്യാനാകില്ല. മറ്റൊരു വശത്ത് നായികയായ ഗായത്രിയെ കാണിക്കുന്നു. ഗായത്രി കോളേജിൽ സ്റ്റുഡൻസിന് എന്ത് പ്രശ്നമുണ്ടായാലും അതിനിടപെടും. മറ്റു കുട്ടികളെയൊക്കെ ഒപ്പം ചേർന്ന് ഒരു ഗ്രൂപ്പ് അവർ തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ പ്രൊഫസർ ഒരു കുട്ടിയെ ജാതി പേര് പറഞ്ഞു വിളിച്ചു. അതിനെ ചൊല്ലി കോളേജിൽ ഗായത്രി വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. പക്ഷെ അതിൽ പങ്കെടുക്കാൻ പ്രഭു എത്താത്തതിനാൽ ഗായത്രിക്ക് അവനോട് നല്ല ദേഷ്യമുണ്ട്. അക്കാര്യമെല്ലാം മാനേജ്മെന്റ് അംഗമായ ഒരു രാഷ്ട്രീയക്കാരൻ അറിയുന്നു. അയാളുടെ മകൾ സോയയും ആ കോളേജിലാണ് പഠിക്കുന്നതും. അച്ഛനെ പോലെ തന്നെ മകൾക്കും രാഷ്ട്രീയത്തിനോടാണ് താല്പര്യവും. അയാൾ കുട്ടികളോട് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിച്ച് പ്രശ്നം സോൾവ് ആക്കും. ആ ഒരു പ്രൊഫസറിനെ സസ്പെൻഡും ചെയ്യുന്നു. അടുത്ത ദിവസം ജൂനിയേഴ്സ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന ദിവസമായിരുന്നു. സീനിയേഴ്സ് അവരെ റാഗ് ചെയ്യും. എന്നാൽ ജൂനിയറായ മറ്റൊരു നായകനായ യുവ സീനിയറിനിട്ട് രണ്ട് കൊടുക്കും. അങ്ങനെ അത് വലിയൊരു അടിയായി. യുവയിൽ നിന്നും അടി കിട്ടിയവരൊക്കെ ഹോസ്പിറ്റലിലുമായി. അതോടെ കോളേജിൽ യുവ ഒരു സ്റ്റാറായി മാറി. മദ്യവും സിഗരറ്റും ഒക്കെ വാങ്ങിക്കൊടുത്ത് യുവ ജൂനിയർ പിള്ളേരെയൊക്കെ അവന്റെ വശത്താക്കി. മറ്റൊരു വശത്ത് പ്രഭുവും ഗായത്രിയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. പ്രഭു കോളേജിൽ സ്റ്റുഡൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുമ്പോൾ യുവയാണെങ്കിലോ പിള്ളേരെ കയ്യിലെടുക്കുകയാണ്. ഒരിക്കൽ അടികൊണ്ട സീനിയർ യുവയെ ക്യാൻറ്റീനിലിട്ട് ലോക്ക് ചെയ്യും. മറ്റുള്ള കുട്ടികളൊക്കെ യുവയുടെ സൈഡിലാകുന്നത് കണ്ട് സീനിയേഴ്സ് വരെ അവനെ തൊടാൻ പേടിയാകും. അങ്ങനെ കോളേജിൽ ഇലക്ഷൻ വരികയാണ്. അത്രയും നാൾ നേതാവായിരുന്ന സോയയെ എതിർത്ത് മത്സരിക്കാനായിട്ട് ഗായത്രി കൂട്ടുകാരിയായ വെണ്ണിലയെ തീരുമാനിക്കും. അതിഷ്ടപ്പെടാത്ത സോയ വെണ്ണിലയെ കാണാൻ എത്തിയിട്ട് ഇലക്ഷനിൽ നിന്നും പിന്മാറണമെന്ന് പറയും. പക്ഷെ വെണ്ണില അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. സോയയ്ക്ക് നല്ല ദേഷ്യമായി. അവളോടൊപ്പം എപ്പോഴും കാണുന്ന അവളുടെ കൂട്ടാളിയായ കൃപയോട് വെണ്ണിലയ്ക്കിട്ട് പണി കൊടുക്കണമെന്ന് സോയ പറയും. അങ്ങനെ ഇരിക്കെ കോളേജ് ഗ്രൗണ്ടിൽ ഗായത്രിയും വെണ്ണിലയും ചേർന്ന് ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവിടേക്ക് പ്രഭുവും യുവയും എത്തും. പ്രഭുവിനെ കാണുന്ന യുവ അവന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് അലറുകയാണ്. അവർ രണ്ടാളും ഒരു സ്കൂളിൽ പഠിച്ചതാണ്. എന്താണ് ഉണ്ടായതെന്ന് പ്രഭു കൂട്ടുകാരോട് പറയും. പ്രഭുവിന്റെ ജൂനിയർ ആയിരുന്നു യുവ. അവന്റെ പിന്നാലെ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച് ചുറ്റിത്തിരിയുന്ന ഒരു പയ്യനായിരുന്നു യുവ. ഒരിക്കൽ പ്രഭുവിന്റെ ഫ്രണ്ട്സ് യുവയെ കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞു. പ്രഭു അതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ആ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് യുവയെ ക്രൂരമായി ടോർച്ചർ ചെയ്തു. അത് പ്രഭു തടഞ്ഞില്ല. യുവയുടെ മനസ്സിൽ ആ ഒരു പ്രശ്നം വലിയൊരു ട്രോമയായി മാറി. അതിനാലാണ് യുവയ്ക്ക് അവനോട് അത്ര ദേഷ്യവും. പ്രഭുവിന് പ്രതികരിക്കാത്തതിനാൽ നല്ല കുറ്റബോധവുമുണ്ട്. അത് ഗായത്രിയോട് പറഞ്ഞ് കരയുമ്പോഴോ കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ചതല്ലേ വിട്ടുകളയാൻ പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കും. സോയ കോളേജ് ഇലക്ഷനിലുള്ളതിനാൽ എന്ത് ചെയ്തിട്ടായാലും തന്റെ മകൾ ഇലക്ഷന് ജയിക്കണമെന്ന് അച്ഛൻ കൃപയോടും സോയയോടും പറയുന്നു. അടുത്ത ദിവസം കൃപ സോയയെ കാണാൻ എത്തിയിട്ട് ഇനി വെണ്ണിലയെ കൊണ്ട് യാതൊരു ശല്യവും ഉണ്ടാകില്ല എന്ന് പറയും. വെണ്ണില പെട്ടിയും കിടക്കയും എടുത്തു പോയെന്ന് അവൻ പറയുകയാണ്. വെണ്ണിലയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ വെണ്ണിലയെ അവരെന്ത് ചെയ്തെന്നോ കാണിക്കുന്നില്ല. വെണ്ണിലയെ കാണാത്തതിൽ ടെൻഷനിലായിരുന്നു ഗായത്രി. മാത്രമല്ല ഒരിക്കൽ നടന്നു വരികയായിരുന്ന ഗായത്രിയുടെ തലയിൽ കൃപ കുപ്പികൊണ്ടടിക്കും. അതറിഞ്ഞ പ്രഭു കൃപയെ തല്ലുകയാണ്. പ്രഭു കൃപയുമായി തല്ലുണ്ടാക്കിയതറിഞ്ഞ ഗായത്രി അവനെ ഒരുപാട് വഴക്ക് പറയും. എന്നാലും തനിക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ അവൻ തയ്യാറായല്ലോ എന്ന സന്തോഷം അവളുടെ മനസ്സിലുണ്ട്. അതെല്ലാം യുവ കാണുന്നുണ്ടായിരുന്നു. വെണ്ണിലയുടെ സാധനങ്ങളെല്ലാം കൃപയുടെ ആളുകൾ എടുത്തുകൊണ്ട് പോയതറിഞ്ഞ ഗായത്രി അവൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ അവളുടെ ഗ്രാമത്തിലേക്ക് പോകുവാനായും തീരുമാനിക്കും. അവൾ പോകാനിറങ്ങവേ യുവ ബൈക്കുമായി എത്തുകയാണ്. വേറൊന്നും നോക്കിയില്ല, അവൾ യുവയ്ക്കൊപ്പം ബൈക്കിൽ കയറിപ്പോകും. അവരുടെ കൂടെ പാർട്ടിയിലുള്ള മറ്റൊരു സ്ത്രീയുമുണ്ട്. യുവയുടെ മനസ്സിലാണെങ്കിൽ പ്രഭുവിനിട്ട് പണി കൊടുക്കാൻ ഗായത്രിയെ വളയ്ക്കണമെന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു പ്രശ്നം. ഗ്രാമവാസികൾ അവളെ വെണ്ണിലയെ കാണാനായിട്ട് അനുവദിക്കില്ല. ബഹളം കേട്ട് പുറത്തു വന്ന വെണ്ണില ഞാനിനി കോളേജിലേക്ക് വരുന്നില്ല, ഇലക്ഷന് നിൽക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോഴാണ് സത്യാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നത്. ഇലക്ഷന് മത്സരിക്കാതിരിക്കാൻ വെണ്ണിലയുടെ കയ്യിൽ കൃപയും കൂട്ടനും ചേർന്ന് ആസിഡ് ഒഴിച്ചു. നമുക്കിതിനെതിരെ പ്രതികരിക്കണമെന്ന് അവൾ പറയുമ്പോഴോ വെണ്ണില സമ്മതിക്കില്ല. ഗായത്രിയുടെ മനസ്സിലെ നന്മ മനസ്സിലാക്കിയ യുവയ്ക്ക് പ്രഭുവിനോടുള്ള പ്രതികാരം അവളോട് തീർക്കാനായിട്ട് തോന്നിയില്ല. അതേസമയമാണ് പ്രഭുവിന്റെയും ഗായത്രിയുടെയും ഫ്രണ്ടായ നികിതയുടെ സഹോദരൻ ആത്മഹത്യ ചെയ്ത കാര്യം അവരറിയുന്നത്. നികിതയും യുവയും നല്ല ഫ്രണ്ട്സുമാണ്. അവർ നേരെ നികിതയുടെ വീട്ടിലെത്തും. യുവയ്ക്കൊപ്പം ഗായത്രിയെ കാണുന്ന പ്രഭുവിന് ദേഷ്യം വരികയാണ്.
മരണാനന്തര ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ വന്നതായാലും രണ്ടുപേർക്കുമിടയിൽ ദേഷ്യം അതുപോലെ തന്നെയുണ്ട്. അടുത്ത ദിവസം മുതൽ നികിതയുടെ മനസ്സ് മാറ്റാനായിട്ട് യുവ അവളുമായി പുറത്തു പോകും. അവനോടൊപ്പം കറങ്ങി നടക്കുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. നികിതയ്ക്ക് യുവയോട് ഇഷ്ടമായി. അതേപോലെ തുറന്നു പറയാൻ വരുമ്പോൾ യുവ അവളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിൽ യുവ അവളെ അവോയ്ഡ് ചെയ്യുവാനായും തുടങ്ങി. ഗായത്രിയുടെ നിർബന്ധപ്രകാരം പ്രഭു തീസിസും സബ്മിറ്റ് ചെയ്യും. അങ്ങനെ അവൻ പാസ്സായി. അതിലൂടെ US പോകാനായിട്ട് ഒരു ജോബ് ഓഫറും അവന് കിട്ടി. ആ സന്തോഷം ഗായത്രിയോട് പറയാൻ വന്നപ്പോൾ അവൾ ഇലക്ഷന്റെ തിരക്കിലായിരുന്നു. അതേസമയം വെണ്ണില മനസ്സ് മാറി ഗായത്രിയെ കാണാനായി എത്തുന്നു. ഗായത്രി സോയയ്ക്കും കൃപയ്ക്കുമെതിരെ വെണ്ണിലയും കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. രാഷ്ട്രീയക്കാരന്റെ ആളായിരുന്നു ആ ഒരു പോലീസുകാരൻ. FIR ഫയൽ ചെയ്യാനാകില്ലെന്ന് പറയുമ്പോൾ ആകെ പ്രശ്നമുണ്ടാക്കുകയാണവർ. ബാധിക്കപ്പെട്ട ആൾ വന്നതിനാൽ കേസെടുക്കാതെ പോലീസിന് നിവർത്തിയില്ല. കേസായ കാര്യം പാർട്ടിയിലൊക്കെ അറിഞ്ഞ് ആകെ നാണക്കേടായി. രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയെ അക്കാര്യം ബാധിച്ചു. അയാൾ മകളായ സോയയെയും കൂട്ടാളിയായ കൃപയെയും ഒരുപാട് വഴക്ക് പറയും. അടുത്ത ദിവസം കോളേജിൽ വന്ന സോയ വെണ്ണിലയെ വിരട്ടി കേസ് പിൻവലിക്കുവാൻ പറഞ്ഞിട്ട് പോകുന്നു. പ്രഭു ആണെങ്കിലോ ഗായത്രിക്ക് സ്പെഷ്യലായി സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഫേയിൽ കാത്തിരിക്കുകയാണ്. ഗായത്രി വരുമ്പോൾ അവളോട് US ജോലി റെഡിയായ കാര്യം തുറന്നു പറയും. ഗായത്രിക്ക് അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ ഇരിക്കെ കോളേജിൽ ആർട്സ് ഡേയുടെ കാര്യത്തിൽ തീരുമാനമായി. മാനേജ്മെന്റ് ആർട്സ് ഡേ നടത്തുന്നതിന്റെ ചുമതല ജൂനിയേഴ്സിനെ ഏൽപ്പിക്കുന്നു. തലവൻ യുവയാണ്. അതൊന്നും പ്രഭുവിന് സഹിക്കില്ല. മാനേജ്മെന്റുമായി സംസാരിക്കുമ്പോൾ അവർ തീരുമാനത്തിൽ നിന്നും മാറുന്നതുമില്ല. അങ്ങനെ ഇരിക്കെ നികിതയും യുവയും തമ്മിൽ അടുക്കുവാനായും തുടങ്ങി. നികിതയെ യുവ ബൈക്കിൽ കൊണ്ടാക്കുന്നതൊക്കെ പ്രഭു കാണും. ഉടനെ തന്നെ പ്രഭു നികിതയോട് നീ അവനെ വിശ്വസിക്കരുത്, അവൻ ചതിക്കും, എന്നോട് പക വീട്ടാൻ അവൻ നിന്നെ മുതലാക്കുകയാണെന്ന് പ്രഭു പറയുമ്പോൾ നികിത അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. മാനേജ്മെന്റിനൊരു തീരുമാനമുണ്ട്. ആർട്സ് ഡേ ദിവസം സോയയുടെ ടീമും പ്രഭുവിന്റെ ടീമും കോളേജിൽ കയറില്ലെന്ന്. എന്നാൽ ഗായത്രി ആണെങ്കിലോ ആർട്സ് ഡേയിലൂടെ വെണ്ണിലയ്ക്ക് സംഭവിച്ച കാര്യം എല്ലാവരെയും അറിയിക്കണമെന്ന തീരുമാനത്തിലാണ്. ആർട്സ് ഡേ ആരംഭിക്കും. പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്. അതേസമയം തന്നെ യുവ തന്നോട് ക്രഷ് ഉണ്ടായിരുന്ന ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് നികിത കാണുന്നു. അവൾക്കത് കണ്ട് ഒരുപാട് ദേഷ്യം വരും. പ്രഭു പറഞ്ഞതുപോലെ നീ എന്നെ യൂസ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യുവ ആകെ ടെൻഷനാകുന്നു. ആർട്സ് ഡേ നടക്കുന്ന സമയം തന്നെ യുവയുടെ ഫ്രണ്ടായ ബാല തന്റെ എക്സ് ലവറിനെ കണ്ട് അവൻ കൊടുത്ത ചെയിനൊക്കെ അവളുടെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കുകയാണ്. അത് അവളുടെ ലവറായ സീനിയർ അറിയും. ആകെ പ്രശ്നമായി. യുവ അതറിയുകയാണ്. സീനിയർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ യുവ സീനിയറിനെ തല്ലും. ആ സീനിയർ പ്രഭുവിന്റെ ഫ്രണ്ടായിരുന്നു. അതറിഞ്ഞ പ്രഭു യുവയുമായി പ്രശ്നമുണ്ടാക്കും. നികിത ബാലയോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ടും അവൻ കേൾക്കില്ല. യുവ പ്രഭുവുമായി നേർക്കുനേർ പോരാടാനാണ് കാത്തിരിക്കുന്നതും. നികിത യുവയെ മാറ്റി നിർത്തിയിട്ട് പണ്ട് നടന്നതിൽ അവൻ ഒരുപാട് വിഷമമുണ്ട്, അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല എന്നൊക്കെ അവനോട് പറയുകയാണ്. അങ്ങനെ ആർട്സ് ഡേയിൽ ഗായത്രി വെണ്ണിലയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയാണ്. യുവയുടെ ടീമും പ്രഭുവിന്റെ ടീമും അതേസമയം അടിയാകുന്നു. പ്രഭുവും യുവയും തല്ലുകൂടുമ്പോൾ നീ എത്ര വേണോ എന്നെ തല്ലിക്കോ, നിന്റെ പക തീരട്ടെ എന്ന് പ്രഭു പറയും. അവൻ തല്ലുകൊള്ളുകയാണ്. അത് കാണുമ്പോൾ യുവ അടിക്കുന്നത് നിർത്തും. അതേസമയം സോയയുടെ ആളുകൾ അതിനിടയിൽ കയറി വെണ്ണിലയുടെ വയറിൽ കുത്തുകയും ഗായത്രിയുടെ കഴുത്തിറക്കുകയും ചെയ്തു. ഉടനെ തന്നെ പ്രഭുവും യുവയും ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഗായത്രിയും വെണ്ണിലയും രക്ഷപ്പെടും. പ്രഭുവും യുവയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ബാല എക്സ് ലവറിനോട് മാപ്പും പറയുകയാണ്. സോയയെയും കൃപയെയും പോലീസും അറസ്റ്റ് ചെയ്തു. അങ്ങനെ വെണ്ണിലയും ഗായത്രിയും കണ്ണു തുറക്കുകയാണ്. അവരെല്ലാവരും പഴയതുപോലെ സ്ട്രോങ് ആയി തിരിച്ചു വരുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.